പൂരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന മീനരാശിക്കൂറിൽ ജനിച്ച ആളുകൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഇവിടെ ഒരാളുണ്ട്, ഉത്രട്ടാതിയാണ്. മീനരാശിക്കൂറിൽ ജനിച്ച ആളുകൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെലവുകൾ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് മൂലം അപവാദങ്ങൾ കേൾക്കുന്നതിനുള്ള സാധ്യതയും ഈ ഒരു വിഷുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. കഴിവതും ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ശ്രദ്ധയോടുകൂടി ഒന്ന് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടാകാം. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട എന്നുള്ളൊരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചാൽ അത് കുറച്ചുകൂടി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. സ്വന്തം സുഖ സൗകര്യങ്ങൾ കളഞ്ഞ് കഴിവതും ഒരു കാര്യവും ചെയ്യാത്ത ഒരു രീതിയുണ്ട്. ശരീരം വിയർക്കുക, ശരീരം വേദനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കഴിവതും പോകാത്ത ഒരു സ്വഭാവ രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ, അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കാറില്ല. അത്തരം സ്വഭാവങ്ങൾ ഒന്ന് മാറ്റി മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വഭാവ രീതികളിലും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാണ്. അകാരണമായിട്ടുള്ളൊരു ഭയം നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ഏത് കാര്യത്തിലും, പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിലും മറ്റും അത്തരമൊരു ഭീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിച്ച് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുക. ഒരു കാര്യം കൂടി പറയാം, കഴിവതും ഈ മീനക്കൂറുകാരോട് കടം ചോദിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതെനിക്ക് വേണ്ടിയാണ് കേട്ടോ. എന്തോ ചോദിക്കാൻ വേണ്ടി വരികയാണെന്നാണ് എൻ്റെ ജ്യോതിഷപരമായ പ്രവചനം. പക്ഷേ ആദ്യം അത് സ്റ്റാർട്ടിങ്ങിനൊരു ട്രബിൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുഴപ്പമില്ല, പറഞ്ഞു. ഒരുപാട് വർഷങ്ങളായി ഇത്തരം പ്രോഗ്രാമിലൂടെ സൂര്യ ടി വിയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു ജേണി കണ്ടിന്യൂ ആണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടതാണ്. അത് ഒത്തിരി വൈറലായതുമാണെന്ന് തോന്നുന്നു എനിക്ക്. അതായത് ഒരു ബിസിനസ് ആൾ ഭയങ്കരമായിട്ട് തകർച്ചയിൽ വന്നു. അപ്പോൾ ആൾ വേറൊരു ജോത്സ്യനെ വിളിച്ചിട്ട് ആളുടെ തകർച്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ തകർച്ചയ്ക്ക് മേലെ ഈ പൂജകളുടെ അവസ്ഥകളും കൂടെ അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഹരിജിയുടെ അടുത്ത് അദ്ദേഹം വരുന്നത്. അതിന് ഒരുപാട് ട്വിസ്റ്റും ക്ലൈമാക്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും അത് എങ്ങനെ ഒരു വേഗമായിട്ടുള്ള ഒരു ഓർമ്മയെ എനിക്കുള്ളൂ. കൃത്യതയോടുകൂടി ഇപ്പോഴത്തുള്ള ആൾക്കാർക്കും കൂടി അന്നത്തെ വൈറലാവാൻ കാരണം അതായത് ഒരാള് അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. കേരളത്തിന് പുറത്തു നിന്നാണ് വിളിച്ചത്. അദ്ദേഹം ഇങ്ങനെ ഈ ബിസിനസ്സിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോരോ ആസ്ട്രോളജേഴ്സിനെ ഇങ്ങനെ സമീപിക്കും. അങ്ങനെയാണ് ഒടുവിൽ സൂര്യ ടി വിയിൽ നമ്മുടെ ഫോൺ കോളുകൾ ഭയങ്കര രസമാണ്. അപ്പോൾ ആളുകളായിട്ട് ഇങ്ങനെ പേഴ്സണലി ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്ന അതേ ഫീലിങ്ങിലാണ് ആ ഫോൺ കോളുകളിൽ സംസാരിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമാണ്, ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നില്ല, വലിയ വിഷമമാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആസ്ട്രോളജേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പൂജകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അന്നേരം എനിക്ക് ഇമ്മീഡിയറ്റ് തോന്നിയ ഒരു ആശയമാണ്. ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം നോക്കുമ്പോൾ രാഹു കുറച്ച് മോശമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അത് പെട്ടെന്ന് കുഴപ്പമില്ല, ഇത് പരിഹരിച്ച് നിങ്ങൾക്കെല്ലാം സക്സസ് ആവും. അപ്പം നിങ്ങൾ ഈ അഘോര ഹോമം എന്ന് പറഞ്ഞിട്ടൊരു ഹോമം ചെയ്യണം. അത് 5 എണ്ണമോ മറ്റോ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. 25,000 രൂപ വെച്ച് ഒരെണ്ണത്തിന് ചിലവാകും എന്ന് പറഞ്ഞപ്പോൾ ലക്ഷത്തിന് മുകളിൽ വന്നിട്ടുള്ളൊരു എമൗണ്ടാണ് അതിൽ പറയുന്നത്. 1,00,000 രൂപ വരുന്ന ഒരു എമൗണ്ടാണ്. അപ്പം അദ്ദേഹം അത് കേട്ടപാടെ ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ, എങ്ങനെയാണ് ഞാൻ പൈസ അയക്കേണ്ടത്, അക്കൗണ്ട് ഡീറ്റെയിൽ തരൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പൈസ നിൽക്കാത്തത്. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അപ്പോഴേ നിങ്ങൾ ഒന്നും ആലോചിക്കാതെ ഈ പണം ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ കയ്യിൽ പൈസ നിൽക്കത്തില്ല. അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നതാണ് തെറ്റ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ, ഞാനത് സീരിയസ് ആണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളോടൊരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് ആലോചിക്കണം. നമ്മളൊരു ബിസിനസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനകത്ത് നമ്മൾ വല്ലവർക്കും പൈസ കൊണ്ട് കൊടുത്തിട്ടല്ല ബിസിനസ് ചെയ്യേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഫിനാൻഷ്യൽ ഡീലിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക, പണമിടപാടുകൾ ശ്രദ്ധിക്കുക, കഴിവതും ക്യാഷ് കയ്യിൽ കൊണ്ട് നടന്ന്. ശരിക്കും അതിനുശേഷമൊക്കെയാണ് ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടി. അന്ന് ATM കാർഡ് വെച്ചിട്ടുള്ള കളികൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പറഞ്ഞു കൊടുത്താണ്, നിങ്ങൾ ഈ ATM കാർഡ് കൊണ്ട് നടക്കുക, പൈസ കൊണ്ട് കഴിവതും നടക്കാതിരിക്കുക, എല്ലാത്തിനും ഒരു കണക്കുകൾ എഴുതി സൂക്ഷിക്കുക. 1 രൂപ നമ്മൾ ആക്കിയാലും അത് ഇത്ര രൂപ ഞാൻ ചിലവാക്കി എന്ന് വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുക. അപ്പം നിങ്ങൾക്ക് അതിൽ മാറ്റം ഉണ്ടാവും. ഇതിൽ ജ്യോതിഷം എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. പക്ഷേ ശരിക്കും ഈ ജ്യോതിഷത്തെപ്പറ്റി ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയം ജ്യോതിഷത്തിലെ ഒരു നിയമമാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ജ്യോതിഷം തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ഇടപാടാണ്.
നിങ്ങൾ പണം മുടക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ വളരെ കരുതൽ പുലർത്തണമെന്നും ശ്രദ്ധയോടുകൂടി നിങ്ങൾ പണം മുടക്കണം. ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നല്ല, നിങ്ങൾ സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് നിങ്ങൾ ആ സമയത്ത് എടുക്കണം. ഇപ്പോൾ അതിൽ മുൻപ് പരിചയമുള്ള ആളുകളുമായി നിങ്ങൾ ആശയവിനിമയം നടത്തണം. കൃത്യമായി കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും എഴുതി സൂക്ഷിക്കണം. അത് കൃത്യതയോടുകൂടി ചെയ്യണം എന്നുള്ളത് ജ്യോതിഷത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഒരു ആസ്ട്രോളജറെ സംബന്ധിച്ച് ഒരു ദിവസം അദ്ദേഹം കേൾക്കേണ്ടി വരുന്നത് വ്യത്യസ്തമായ ഒരുപാട് സംഭവങ്ങളാണ്. ഒരുപാട് വ്യത്യസ്തമായ, ഒരിക്കൽ നമ്മൾ ചിന്തിച്ചു പോലും ഇല്ലാത്ത, നമ്മുടെ മനസ്സിൽ പോലും വരാത്ത ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത്. അതിൽ ഒരുപക്ഷെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അറിവുകൾ കൂടി അതിലുണ്ടാവും. അങ്ങനെ അപ്ലൈ ചെയ്ത് പോവുക എന്നുള്ളതിനപ്പുറം ഈ പൂജകൾ ചെയ്ത് മന്ത്രവാദം ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന തെറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കാം, നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ അതേ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയധ്യായതും വിഷ്ണു ത്രേതായാമജതോ മഹേ ദ്വാപരേ പരിചര്യായാം കലൗ തത് ഹരികൃത. കലിയുഗത്തിൽ നല്ലോണം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. മനസ്സുരുകി മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. ബാക്കി യജ്ഞവും ഹോമവും പൂജയൊക്കെ കഴിഞ്ഞ യുഗങ്ങളിലാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രണയിക്കുന്ന ഒരു പൊരുത്തം നോക്കരുത് എന്ന് താങ്കൾ പലപ്പോഴും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ലവ് മാരേജ് ഒക്കെ ഉള്ള ഒരു ജനറേഷനിൽ വീട്ടിലെല്ലാവരും പൊരുത്തം നോക്കണം എന്ന് പറയും, പിള്ളേരെ സമ്മതിക്കില്ല. ആ ഒരു സംഭവം ഞാൻ അത് ചോദിക്കാൻ കാരണം, ഇതുപോലെ സൂര്യ TV-യിൽ ഒരു പെൺകുട്ടി അയച്ചൊരു കത്താണ്. അന്ന് ഭയങ്കര വൈറലായിരുന്നു അത്. ഒരു പയ്യൻ പ്രണയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തയച്ചിട്ട് താങ്കൾ അതിന്റെ ഒരു മറുപടി കൊടുത്തിരുന്നു. പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുത് എന്ന് ഞാൻ പറയുന്നാലും ജ്യോതിഷത്തിൽ അങ്ങനെ കുറെ പദ്യങ്ങളുണ്ട്. യസ്യാം മനസമാസക്തം താമേവ വിവഹേൽ ബുധ സർവാനുഗുണ ഭാഗേബി മനോനുഗുണതാധിക എന്നൊക്കെ പറഞ്ഞ പദ്യമുണ്ട്. ദാമ്പത്യശ അന്യോന്യമാസക്തി ശുഭത വിശേഷത പ്രോക്ത പാണിഗ്രഹണം നീണം അത്യർത്ഥം ചിന്തനീയം സ്യ എന്നൊക്കെ പറഞ്ഞൊരു പദ്യമുണ്ട്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടികളാണ് ഭയങ്കര ആത്മാർത്ഥ പ്രണയമുള്ളവർ. ഇവർ ഭയങ്കര സിൻസിയറായിട്ട് പ്രണയിക്കും. ആൺകുട്ടികൾക്ക് അത്ര ഇല്ലെന്നല്ല, വളരെ റെയറായിട്ടാണ് മറ്റേ സംഭവങ്ങളിൽ ഒരു ഇത് പെൺകുട്ടി ആൺകുട്ടി തമ്മിലുള്ളൊരു വിവേചനം വരുന്നത്. ഞാൻ പലപ്പോഴും ഈ പെൺകുട്ടികളാണ് വിളിച്ചിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നെ കാണാൻ വന്നിട്ട് ആ കുട്ടി പറയാണ്, എൻ്റെ ആ പയ്യൻ ഇപ്പോൾ പൊരുത്തം നോക്കിയിട്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല, വലിയ പ്രശ്നമാണ്, അപ്പോൾ അവന് അങ്ങനെ വിഷമം, ഞാൻ മാറണം എന്ന് അവൻ എന്നോട് പറയുന്നുമില്ല, പക്ഷേ അവന് ഭയങ്കര മെൻ്റൽ സ്ട്രെസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയും വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, മോള് അമ്മയെ കൺവിൻസ് ചെയ്തോ? എൻ്റെ അമ്മയെ ഞാൻ കൺവിൻസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയായ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കൺവിൻസ് ചെയ്യാൻ പറ്റും എങ്കിൽ ഒരു ആൺകുട്ടിയായ അവന് എന്തുകൊണ്ടാണ് ഒരു അമ്മയെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത്? എന്നിട്ട് ഞാൻ ചോദിച്ചു, പ്രേമിക്കുന്നതിന് മുമ്പേ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ തരൂ, ഒന്ന് പ്രേമിക്കാം എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതില്ല. പ്രേമിക്കുന്നതിന് മുമ്പ് പറഞ്ഞോ പൊരുത്തം നോക്കിയെങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞോ? അതും പറഞ്ഞില്ല. പിന്നെ കല്യാണം നടത്താൻ വരുമ്പോൾ മാത്രം എവിടുന്നാണ് ഈ പൊരുത്തം വരുന്നത്? അത് ഈ പെൺകുട്ടികളാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഒരു പയ്യൻ എനിക്കൊരു കത്തയക്കുന്നു, ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. അയാൾ എഴുതിയിട്ടുള്ളത്, ചേട്ടാ പിന്നെ എനിക്കൊരു പെൺകുട്ടിയുമായി ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അവൻ ഖത്തറിലാണ്, എനിക്കൊന്നുമില്ലാത്ത സമയത്ത് അവളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കത്തയച്ചു. എന്നിട്ട് ഇപ്പോൾ ചേട്ടാ വീട്ടിൽ പോയി നോക്കിയപ്പം പൊരുത്തമില്ലെന്ന് പറയുന്നു, പക്ഷേ അവൾ അതിലങ്ങോട്ട് കൺവിൻസ്ഡ് ആവുന്നില്ല. അപ്പോൾ ചേട്ടനൊന്ന് നോക്കിയിട്ട് പൊരുത്തമില്ലെന്നുള്ള കാര്യം ഒന്ന് അവളോട് പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇവന് തേക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതിലൂടെ തന്നെ മറുപടി കൊടുത്തു, എൻ്റെ കുഞ്ഞെ എൻ്റെ പേര് വെച്ച് നീ തേക്കണ്ട, എൻ്റെ പേര് നമ്മൾ എടുക്കുന്നത് അല്ലേ.